പൂരാവേശത്തിലാണ് തൃശൂർ നഗരം. മഠത്തിൽ വരവും പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവുമെല്ലാം പൂരപ്രേമികൾക്ക് നിറക്കാഴ്ച സമ്മാനിച്ചു. ഇനി വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലാണ് നഗരം. ഈ പൂരദിനത്തിലെ പൂർണ്ണമായ വിശേഷങ്ങളുമായി ഉമേഷ് തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ട് കാണാം. അക്ഷരാവേശത്തിൽ പൂരാവേശത്തിലാണ് തൃശ്ശൂർ നഗരം. ഞാൻ നിൽക്കുന്നത് തന്നെ ഈ ജനസാഗരമായ ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലാണ്. തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിലാണ് ഇപ്പോഴുള്ളത്. ഈ സമയവും വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് മാത്രമേ അക്ഷരാവേശത്തിൽ പൂരാവേശത്തിലാണ് തൃശ്ശൂർ നഗരം. ഞാൻ നിൽക്കുന്നത് തന്നെ ഈ ജനസാഗരമായ ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലാണ്. തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിലാണ് ഇപ്പോഴുള്ളത്. ഈ സമയവും വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പൂരം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഏറ്റവും വർണ്ണാഭമായ കാഴ്ചകൾ ഇന്ന് നടന്നു. അതിന് സാക്ഷിയായത് ജനലക്ഷങ്ങളാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പൂരനഗരിയിലേക്ക് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു. രാവിലെ ചെറുപൂരങ്ങളുടെ ഘടകപ്പൂരങ്ങളുടെ വരവ് 11:30 അവസാനിച്ച ശേഷം വളരെ പ്രശസ്തമായ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് ഈ തൃശ്ശൂർ നഗരത്തിൽ അരങ്ങേറിയത്. മഠത്തിൽ വരവിന് പ്രമാണിയായത് കോങ്ങാട് മധു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പഞ്ചവാദ്യം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഈ മൈതാനിയിൽ കൊട്ടിക്കലാശിച്ചു. അതിനുശേഷം 12 മണിയോടെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളം ആരംഭിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളത്തിന് പ്രമാണിയായത്. അതിനുശേഷം ആ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ മേളവും ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തി അവസാനിച്ചു. പിന്നീടാണ് ഏറ്റവും പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അരങ്ങേറിയത്. ഇതിനൊരു പ്രത്യേകത, പാണ്ടിമേളം ഈ മതിൽക്കെട്ടിനകത്ത്, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടത്തുന്നൊരു പ്രത്യേകതയുണ്ട്. അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് ഈ പാണ്ടിമേളം ഇലഞ്ഞിത്തറയ്ക്ക് സമീപം കൊട്ടുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ജനനിബിഡമായിരുന്നു ആ സമയത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകം എന്ന് നിസ്സംശയം തന്നെ പറയാം. കൊടും ചൂടിലും കൈകൾ വാനിലേക്ക് ഉയർത്തി ആവേശത്തോടെ തന്നെ ആ പൂരലഹരിയിൽ, മേളലഹരിയിൽ ജനങ്ങളെല്ലാം പങ്കുചേർന്നു എന്നുള്ളതാണ്. ആ ഇലഞ്ഞിത്തറ മേളം അവസാനിച്ചത് ഏതാണ്ട് 4:30 4:00-ക്ക് ശേഷം വളരെ പ്രശസ്തമായ തെക്കോട്ടിറക്കം. എനിക്ക് പിറകിൽ കാണുന്ന ഈ തെക്കേ ഗോപുരനടയിലൂടെ ഇരുവിഭാഗത്തിൻ്റെയും ആനകൾ പുറത്തേക്കിറങ്ങി. ആദ്യം പാറമേക്കാവ് വിഭാഗത്തിൻ്റെ 15 ആനകളാണ് പുറത്തേക്കിറങ്ങി
നേരെ ഈ ക്ഷേത്രത്തിന് അഭിമുഖമായി അണിനിരന്നത്. അതിനുശേഷം ഇതേ ഗോപുരനടയിലൂടെ തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകളും 15 ആനകളും അണിനിരന്നു. പിന്നീട് പരസ്പരം അഭിമുഖമായി നിന്നു. ഈ 2 ആനകളുടെയും നടുക്ക് ജനസാഗരമായി. പിന്നീടാണ് ഏറ്റവും പ്രശസ്തമായ കുടമാറ്റം ഈ പൂരനഗരിയിൽ അരങ്ങേറിയത്. എന്തൊക്കെ സർപ്രൈസുകളാണ് ഈ കുടമാറ്റത്തോടനുബന്ധിച്ച് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്, ഈ ആനകൾക്ക് മുകളിൽ ഉയരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ ആ മണിക്കൂറുകളിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഏതാണ്ട് 6 മണിക്ക് തുടങ്ങിയ കുടമാറ്റം 7:30 വരെ നീണ്ടു. ആ 7:30 വരെ ഉള്ള 1.5 മണിക്കൂർ സമയം ഏറ്റവും വിസ്മയകരമായ കാഴ്ചയാണ് അവിടെ കാണാനായത് എന്നുള്ളതാണ്. വളരെ വേറിട്ട കുടകൾ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ പാറമേക്കാവ് വിഭാഗമാണ് ആദ്യമായി അവരുടെ സർപ്രൈസ് പൊട്ടിച്ചത്. അത് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു മാതൃക. ആ മാതൃകയ്ക്ക് മുമ്പിൽ ചെണ്ട കൊട്ടുന്ന ഒരു കുഞ്ഞ് എന്നുള്ള നിലയിലായിരുന്നു വളരെ വ്യത്യസ്തമായൊരു കുട വാനിലേക്ക് വരുന്നത്. അതിനുശേഷം ഹിന്ദു ദേവതകൾ ഗണപതി, ശിവൻ, കാളി, ദുർഗ, വരാഹമൂർത്തി, നരസിംഹമൂർത്തി, അങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള കുടകൾ വാനിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ശിവതാണ്ഡവം, കഥകളി രൂപം, തേരൊക്കെ വ്യത്യസ്തമായ LED കുടകളടക്കം ഈ 1.5 മണിക്കൂർ നേരം പൂരപ്രേമികളെ വിസ്മയിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ താൽക്കാലികമായ ഒരു ഇടവേളയാണ് ഈ ഘട്ടത്തിൽ പൂരത്തിനുണ്ടായത് എന്ന് മാത്രം പറയാം. കാരണം ഇനി അങ്ങോട്ട് ഇനിയും വളരെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് നാളെ പുലർച്ചെയാണ് വെടിക്കെട്ട് അരങ്ങേറുക. 2 വിഭാഗത്തിൻ്റെയും മത്സരാവേശത്തോടെ തന്നെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് നാളെ പുലർച്ചെ അരങ്ങേറും. അതിനുശേഷം നാളെ തൃശ്ശൂർക്കാരുടെ പൂരം എന്നറിയപ്പെടുന്ന പകൽപൂരം നാളെയാണ് നടക്കുക. ആ പകൽപൂരത്തിലും 2 വിഭാഗത്തിൻ്റെതായ എഴുന്നള്ളിപ്പുകൾ, പാറമേക്കാവിൻ്റെയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും എഴുന്നള്ളിപ്പുകൾ രാവിലെ 8 മണിയോടെ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12:30യോടെ ഈ നിലപാട് തറയ്ക്ക്, അതായത് പടിഞ്ഞാറേ നടയിലുള്ള ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയ്ക്ക് സമീപം അത് കൊട്ടിക്കലാശിക്കും. അവിടെ 2 ആനകൾ, അതായത് ഈ 2 ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുക എന്നുള്ളതാണ് സങ്കല്പം. നാളെ ഉച്ചയ്ക്ക് 12:30യോടെ 2 ദേവിമാരും പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ 36 മണിക്കൂർ നീണ്ട തൃശ്ശൂർ പൂരത്തിന് സമാപനമാവുകയാണ്. വർണ്ണവിസ്മയമാണ് ഈ 36 മണിക്കൂറും കാണികൾക്കായി ഈ പൂരത്തിൻ്റെ സംഘാടകരെല്ലാം ഒരുക്കിയത്. അത് നാളെ ഉച്ചയ്ക്ക് 12:30യോടെ ആവേശകരമായ സമാപനം, ഈ തൃശ്ശൂർ പൂരത്തിന് ആവേശകരമായ സമാപനമാകും. അതെ, വ്യക്തമാണ്. വളരെ വിശദമായി തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ വിശദാംശങ്ങൾ ഉമേഷ് പങ്കുവെക്കുകയുണ്ടായി. ഉമേഷ് പറഞ്ഞ പോലെ തന്നെ ഈ കൊടും ചൂടിൽ താളപ്പെരുമഴ പെയ്യുകയായിരുന്നു തൃശ്ശൂർ ഇലഞ്ഞിത്തറ മേളം.